ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഇന്നേ ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ 1 വീക്ക് ബിഫോർ പോയതാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. മോളുടെ എക്സാം, എൻ്റെ ഡ്യൂട്ടി, അങ്ങനെ ഒത്തിരി സമയമായിപ്പോയി. അതെ, ഇത് ബർക്കയിലുള്ളൊരു സ്ഥലമാണ്. വാദി അൽ മൊബൈല ഹെറിറ്റേജ് വോക്ക് എന്നാണ് ഇത് പറയുന്നത്. നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ. അതായത് നേച്ചർ എൻജോയ് ചെയ്യാൻ ആർക്കാണോ ഇഷ്ടമുള്ളത് അവർക്ക് പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അതും കൂടാതെ ഇതിനകത്ത് ചെറിയൊരു സൂ ഉണ്ട്. ആ സൂ ഓപ്പൺ ചെയ്യുന്നത് 5 o'clock ഓൺവേർഡ്സ് ആണ്. പക്ഷേ അതിന് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് കയറേണ്ടത്. കുഴപ്പമില്ല, അടിപൊളിയാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞങ്ങൾ സിമ്പിളായിട്ട് അങ്ങ് പോയി. പക്ഷേ വെയിൽ നന്നായിട്ട് കൊണ്ട്, ഞങ്ങളൊരു തരി പോലും വെയിൽ കളഞ്ഞിട്ടില്ല. മുഴുവൻ വെയിലും കൊണ്ട് ഒരു ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് വെയിലൊക്കെ ആറി എന്ന് ഉറപ്പാക്കിയിട്ട് വേണേൽ പോകാൻ. കാരണം നമ്മൾ ഒരു 1 hour 1.5 hours എടുക്കും ടോട്ടലി നമ്മൾ നടന്ന് കാണാനായിട്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് ഓൾമോസ്റ്റ് 1 hour എങ്കിലും എടുക്കും. പിന്നെ അതിനകത്ത് കുറേ കഫേസ് ഉണ്ട്. അതൊക്കെ ഓപ്പൺ ആകുന്ന ഈവനിങ് ടൈമിലാണ്. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഗൂഗിൾ ആൻഡിയുടെ ഹെൽപ്പോടുകൂടിയാണ് കേട്ടോ നമ്മൾ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ മനസ്സിലാക്കുന്നില്ല ഇത് കറക്റ്റായിട്ടുള്ള പ്ലേസ് ആണെന്ന്. കാരണം ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു പണി നടക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രതീതിയിലാണ് അവിടെ ഫ്രണ്ട് സൈഡ് കിടക്കുന്നത്. അങ്ങനെ പിന്നെ നോക്കി പിടിച്ചകത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് കറക്റ്റ് പ്ലേസ് ആണെന്നുള്ളത്. പക്ഷെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് അടിപൊളി, നല്ല ഭംഗിയുള്ള വാഴയുണ്ടായിരുന്നു, പ്ലാവ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ആത്തയ്ക്ക ഉണ്ടായിരുന്നു. അങ്ങനെ പല നമ്മുടെ പല ചെടികളും കാണാൻ പറ്റി. അല്ല, ചെടികളല്ലല്ലോ, മരങ്ങളല്ലേ. അങ്ങനെയുള്ള മരങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ ആണെങ്കിൽ ഒരുപാട് പക്ഷികളെ കണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. സോ ആർക്കെങ്കിലും ഒരു ദിവസം ഇങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊരു നല്ല പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഉറപ്പായിട്ടും ഞാൻ വേറൊരു കാര്യം പറയാം, വെയിൽ കുറഞ്ഞിട്ടേ പോകാവുള്ളൂ. കാരണം നമ്മളിങ്ങനെ ഓപ്പൺ പ്ലേസിൽ കൂടെ നടക്കുമ്പോഴത്തേന് മരങ്ങളുടെ തണലുണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ ചൂട് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വെയിലൊക്കെ ആറിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ വെയിലാറിയിട്ട് വേണം പോകാനായിട്ട്. അവിടെ ചെന്ന് നടക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഓർത്തു ഉണ്ണിക്കുട്ടൻ നടക്കുമെന്ന്. പക്ഷേ ഓരോന്നിങ്ങനെ കണ്ട് നടന്നപ്പം ഉണ്ണിക്കുട്ടനും നടന്ന് ദൈവമാണേലും മടിയൊന്നും കാണിച്ചില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തിരിച്ചു വരുന്ന സമയത്ത് ഓരോന്ന് ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഹെറിറ്റേജ് വോക്ക് വേ ആയതുകൊണ്ട് ഹെറിറ്റേജിൻ്റെ രീതിയിലുള്ള പല ഷോപ്പുകൾ അവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയ ടൈം അത്ര ഓക്കെ അല്ലായിരുന്നു, അറിയില്ലായിരുന്നല്ലോ നമുക്ക്. ഈവനിങ് ടൈമിലാണ് ഇത്രയും ഇതായിട്ടുള്ളതെന്ന് കണ്ടോ. ഞങ്ങൾ അങ്ങോട്ട് നടന്ന സമയത്ത് ഇതുണ്ട്, ഈ ചെറിയ സൂ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പിന്നെ തിരിച്ചു വന്ന സമയത്താണ് ഈ സൂ ഓപ്പൺ ആയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കയറി കണ്ടു. പക്ഷെ അമ്മമ്മ അകത്ത് കയറിയില്ല കേട്ടോ. അമ്മമ്മയ്ക്ക് കാല് വയ്യെന്നും പറഞ്ഞ് അമ്മമ്മ അവിടെ ഇരുന്നു. അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ കയറി സൂവിൽ കണ്ടു.
അതെ, അവിടെ നിറച്ച് ഈന്തപ്പനയുണ്ട് കേട്ടോ. ഈന്തപ്പനയിലെല്ലാം ഈന്തപ്പന റെഡി ആയിട്ട് കിടക്കുന്നതുകൊണ്ട്. ഇത് ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് അവിടെ ഒരാൾ ഈന്തപ്പഴം പറിക്കാനായിട്ട് ഈന്തപ്പനം കയറുന്നതാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാനും ദേവക്കുട്ടനും ഉണ്ണിക്കുട്ടനോട് കയറി. എനിക്കും ദേവക്കുട്ടന് മാത്രം പേ ചെയ്താൽ മതിയായിരുന്നു. ഉണ്ണിച്ചനെ അതിനുള്ള ലെവലിൽ എത്തിയില്ല എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഉണ്ണിക്ക് പേയ്മെന്റ് ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും അകത്ത് കയറി. ചെന്ന പാടെ കുറെ പ്രാവിനെ കണ്ട്. പ്രാവ് അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടന് ഒരു സമാധാനമില്ലായിരുന്നു. അങ്ങനെ അതിനെ പറപ്പിച്ചു വിട്ടു. പിന്നെ താറാവ് ഉണ്ടായിരുന്നു, പിന്നെ ഗിനിക്കോഴി ഉണ്ടായിരുന്നു, ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു, മയിലുണ്ടായിരുന്നു, തത്തമ്മകളുണ്ടായിരുന്നു, പല കളേഴ്സിലുള്ള പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ചെറിയ ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഗ്രാജുവലി അത് വലിയ ഏരിയയിലോട്ട് മാറുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഒരു കൂട്ടിനകത്ത്, ഒരു വലിയ കൂട്ടിനകത്ത് കുറേ പക്ഷികളെ ഇട്ടിട്ടുണ്ട്. അതിനാണ് വെളിയിൽ നിന്ന് ലോക്ക് ഇട്ടേക്കും. നമുക്കറിയില്ലായിരുന്നു അകത്ത് കയറ്റി കാണിക്കുമെന്നുള്ള കാര്യം. ദേവുട്ടനാണ് എന്നോട് പറഞ്ഞത്, അമ്മ ഇത് നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റും എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓർത്ത് ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്, അകത്ത് കയറ്റുമോ ഇല്ലയോ എന്ന്. കാരണം ഞങ്ങൾ വെളിയിൽ നിന്ന് കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ എടുത്ത് എന്നാൽ ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്ന് കരുതി വെളിയിൽ ഇറങ്ങാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ടത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ചെറിയ കൂടെന്ന് ഞാൻ പറഞ്ഞില്ലേ, കൂട് അത് തുറന്ന് ഞങ്ങൾ അകത്ത് കയറി കണ്ടില്ലായിരുന്നെങ്കിലേ വൻ നഷ്ടമായേനെ. മുടക്കിയ പൈസയ്ക്ക് നമുക്ക് മനസ്സിനും കുളിർമ വേണ്ടേ. അങ്ങനെയാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ആഹാ സന്തോഷം, അങ്ങനെ കാണാൻ പറ്റിയല്ലോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പക്ഷിയെ എടുത്ത് എൻ്റെ കയ്യിലോട്ട് വെക്കുന്നത്. കാരണം പണ്ടൊന്നും നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. കിട്ടിയ അവസരം നമ്മളോട് യൂട്ടിലൈസ് ചെയ്യാതെ പോന്നിരുന്നെങ്കിലോ. അതുകൊണ്ട് അങ്ങനെ മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ പോയി ചോദിച്ചു. അപ്പോൾ അവർ ഞങ്ങൾക്കത് തുറന്നു തന്നു. നമ്മുടെ കൂടെ ഒരാളും കൂടി വരും. അയാളാണ് നമ്മൾക്ക് എല്ലാം ഗൈഡ് ചെയ്ത് തരുന്നത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഞാൻ അന്നേരം ചിന്തിച്ചു, ഈ പക്ഷികളുടെ ഒന്നും നഖം വെട്ടത്തില്ലേന്ന്. ഇല്ലെന്നാ തോന്നുന്നത്. വെട്ടുമാവോ? നിങ്ങൾക്കറിയാവോ? അറിയാമെങ്കിലൊന്ന് പറയണേ. ഇങ്ങനെ വളർത്തുന്ന പക്ഷികളെയൊക്കെ നഖം വെട്ടാറുണ്ടോ? കാരണം ഈ പക്ഷികൾക്ക് ഭയങ്കര ഈ നഖം വെച്ചിങ്ങനെ ഇറുക്കുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഇതുങ്ങളൊന്നും ചെയ്യത്തില്ല. ഇല്ലെങ്കിൽ ഇറുക്കുന്നത് കൊണ്ട് നല്ലൊരു വേദനയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ ഇറങ്ങിയിട്ട് എന്നെ തന്നെ കൊത്തുന്നുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനും ദേവുവിനും ആണെങ്കിൽ, ദേവുവിന് ഭയങ്കര പേടിയാണ്. ഉണ്ണിക്കുട്ടനാണെങ്കിൽ അങ്ങ് ആക്ട് ചെയ്തു എനിക്ക് പേടിയില്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് ദേവുവിനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്
അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ലഞ്ച് കഴിക്കാതായിരുന്നു കയറിയത്. പിന്നെ ലഞ്ചും ഡിന്നറും കൂടെ കൂട്ടി അങ്ങടിച്ച് അവിടുന്ന് നേരെ വീട്ടിലോട്ടേക്ക് പോന്നു. ഈ വീഡിയോ ആക്ച്വലി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് ഒമാൻ്റെ ഭംഗി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ്. അപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ.